This time, I want to acknowledge the presence of His Grace Alexios Mario Sebios Sidimeni, who is the currently serving as the Metropolitan for Mavilicada Diocese. But we all know that Sidimeni used to be the Metropolitan of the Diocese of Southwest America, very well known to the family of Susan Verghese. And Sidimeni wanted to join this evening to spend some time with us in prayer and to also share his condolences as well. At this time, I acknowledge and welcome Sidimeni to this meeting this time. In a moment, we'll have a Bible reading by Bijiandi. Following Bijiandi's Bible reading on Ezekiel 37, I will ask Sidimeni if anybody would like to say one reflection about Susan Henty. And then following that, if there is no one else, or if there's one person, then I'll ask Sidimeni to speak to us a few words. So this time, Bijiandi, please read Ezekiel 37. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം. ബറക്കുമോർ, യഹോവയുടെ കൈ എന്റെ മേൽ വന്നു. യഹോവയുടെ ആത്മാവിൽ എന്നെ പുറപ്പെടുവിച്ച് താഴ്വരയുടെ നടുവിൽ നിർത്തി. അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി ചുറ്റി നടക്കുമാറാക്കി. അവ താഴ്വരയുടെ പരപ്പിൽ എത്രയും അധികമായിരുന്നു. അവ ഏറ്റവും ഉണങ്ങിയുമിരുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് പ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളെ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ തൂക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു. ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുഴക്കം കേട്ടു. ഉടനെ ഒരു ഭൂകമ്പമുണ്ടായി. അസ്ഥിയോട് വന്നു ചേർന്നു. പിന്നെ ഞാൻ നോക്കി, അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ തൂക്ക് പൊതിഞ്ഞതും കണ്ടു. എന്നാൽ ശ്വാസം അവയിൽ ഇല്ലാതെയിരുന്നു. അപ്പോൾ അവൻ എന്നോട് കൽപ്പിച്ചത്, കാറ്റിനോട് പ്രവചിക്ക. മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിച്ച് ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയും ആകുന്നു. ഞങ്ങളുടെ അസ്ഥികൾ ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു. ഞങ്ങൾ തീരെ മുടിഞ്ഞിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്ത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുമെന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദായ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്നെഴുതി വെക്കുക. പിന്നെ മറ്റൊരു കോൽ എടുത്ത് അതിന്മേൽ എഫ്രൈമിന്റെ കോലായി യോസഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കേക്കും എന്നെഴുതി വെക്കുക. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോടൊന്ന് ചേർക്കുക. അവ നിന്റെ കയ്യിൽ ഒന്നായി തീരും. ഇതിന്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രൈമിന്റെ കയ്യിലുള്ള യോസഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗോത്രങ്ങളെയും എടുത്ത് അവരെ അവനോട് യഹൂദായുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എന്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകെ നിന്റെ കയ്യിലിരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്ന് ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏകജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി 2 ജാതിയായിരിക്കയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല.
അവർ ഇനി വിഗ്രഹങ്ങളാലും മ്ലേച്ഛതകളാലും യാതൊരു അതിക്രമത്താലും തങ്ങളെ തന്നെ മലിനമാക്കുകയില്ല. അവർ പാപം ചെയ്ത് അവരുടെ സകല വാസസ്ഥലങ്ങളിൽ നിന്ന് ഞാൻ അവരെ രക്ഷിച്ച് ശുദ്ധീകരിക്കും. അങ്ങനെ അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. എന്റെ ദാസനായ ദാവീദ് അവർക്ക് രാജാവായിരിക്കും. അവർക്കെല്ലാവർക്കും ഒരേ ഇടയനുണ്ടാകും. അവർ എന്റെ വിധികളിൽ നടന്ന് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചനുഷ്ഠിക്കും. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ കൊടുത്തതും നിങ്ങളുടെ പിതാക്കന്മാർ പാർത്തിരുന്നതുമായ ദേശത്ത് അവർ പാർക്കും. അവരും മക്കളും മക്കളുടെ മക്കളും എന്നേക്കും അവിടെ വസിക്കും. എന്റെ ദാസനായ ദാവീദ് എന്നേക്കും അവർക്ക് പ്രഭുവായിരിക്കും. ഞാൻ അവരോടൊരു സമാധാന നിയമം ചെയ്യും. അത് അവർക്കൊരു ശാശ്വത നിയമമായിരിക്കും. ഞാൻ അവരെ ഉറപ്പിച്ച് പെരുക്കി അവരുടെ നടുവിൽ എന്റെ വിശുദ്ധ മന്ദിരത്തെ സദാകാലത്തേക്ക് സ്ഥാപിക്കും. എന്റെ നിവാസം അവരോട് കൂടെ ഉണ്ടാകും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. എന്റെ വിശുദ്ധ മന്ദിരം സദാകാലത്തേക്കും അവരുടെ നടുവിലിരിക്കുമ്പോൾ ഞാൻ ഇസ്രായേലിനെ വിശദീകരിക്കുന്ന യഹോവയെന്ന് ജാതികൾ അറിയും. ദൈവമേ, എനിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോ. താങ്ക് യു ആൻറ്റി. നമ്മൾ ഈ ദിവസങ്ങൾ ചെയ്യുന്നത് പോലെ ആർക്കെങ്കിലും സൂസൻ ആൻറ്റിയെ കുറിച്ച് നിങ്ങൾ ഒരു വാക്ക് പറയാനുണ്ടെങ്കിൽ, if you'd like to share a memory celebrating her life just for a minute or two, if anybody would like to do that today, please you can unmute yourself, share your memory, and then let us celebrate her life. Hi everyone, my name is Richie. I'm Susanti's sister's daughter, elder sister's daughter. I would like to share something about Susanti. Hope everyone can hear me. Yes. Yes, thank you. Yeah, these are my early memories, very early memories of Susanti when we were children, and they were in India. Those times, my mother and Susanti used to look alike. They were once called twins, but yeah, they had an age difference of 2 years. But yeah, they used to look similar, and we as kids sometimes used to run to the other person and thinking that she's our mother, and then we'd understand that it's say Susanti or Kunyolamma for Anina. So that was not only for us. There is one incident which I remember. One of our club member from Piravam, he was in Kottayam station, and then he saw Susanti from far, thinking that it's my mother. He was like, he called up from far, "Hi, Mariama," and he went near her, and then he found that it's not Mariama, it was actually Susanti. And then he was like, "Who? What is your name?" He didn't know Susanti, but then he asked her who was she, and then Susanti, for Susanti and my mother, it was a regular thing. People used to come and then ask the other whether they are the other person or not. Yeah, what I wanted to tell us through this is that yeah, sisters, mother sisters are like our mother. They give the same warmth and love and everything like our mother. So to the three girls, my sisters, Anina, Punnu, and Chinu, just when your prayers, tell Susanti, just relax. We have two more two more mothers with us who can give the same warmth. Yeah, that's what I wanted to tell you three. And some more things. As we know, Susanti is a jovial person. She's very fun-loving person. She has been like that from her childhood. The stories I used to hear from Naini auntie and my amma. One really good credit I would like to give for that, for being she being like that, and she continued being like that, is because of Kunyon Chachan. See, they were a really good couple. Yeah, he gave her all the freedom to be herself. So she didn't change, as her character had not changed over the years, and that credit really goes to Kunyon Chachan. And again, a big credit for him to build up a family with 3 strong girls. I look up to him to how to be a parent, to look up to both Susanti and Kunyon Chachan and my parents, everyone, to how to be a good parents. Yeah, thank you. This is what I would like to share.
Thank you, Richie, for sharing. Is anyone else would like to say a word? Unmute. ഹായ്, ഞാൻ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഒന്ന് കേൾക്കുന്നുണ്ട്. നൈനയുടെ ഹസ്ബൻഡാണ്, സൂസന്റെ അനിയത്തി 9-1 നൈനി. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. 26 വർഷത്തെ ബന്ധമാണ് ഞാനും സൂസനും തമ്മിൽ. ഈ എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള ഒരു മുഖം, അതിന്ന് ലോകത്തിലെ പുഞ്ചിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ എപ്പോഴും സ്മൈലിംഗ് ഫേസ് ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവരെ കൊണ്ടും പറ്റത്തില്ല. പിന്നെ ജോഫി എന്നുള്ളൊരു വിളിയുണ്ടായിരുന്നു. താങ്ക് യു ജോഫി. ഒരു വല്ലാത്ത വോയിസ്. അതിനിപ്പം നമുക്ക് കേൾക്കാൻ പറ്റില്ല. പക്ഷെ വീണ്ടും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ, കാണാമെന്നുള്ള ഒരു പ്രത്യാശ. അത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുമെന്ന് നമ്മൾ ആരും ചിന്തിച്ചതല്ല. എപ്പോഴും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിന്റെ 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ ഒരു വിശാല ഹൃദയം, ഓപ്പൺ ഹാർട്ട്, അതിനുടമയായിരുന്നു. യഥാർത്ഥത്തിൽ വളരെ 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 വിഷമമുണ്ടെങ്കിലും നമ്മുടെ ക്രിസ്ത്യൻസിനുള്ള ഒരു പ്രത്യാശ, നാം ആ ശോഭന തീരത്ത് വീണ്ടും കാണാം എന്നുള്ള ഒരു പ്രത്യാശ ദൈവം തന്നിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആശ്വസിപ്പിക്കാൻ തെസ്സലോനിക്ക ലേഖനത്തിൽ പറയുന്നത് പോലെ പരസ്പരം ആശ്വസിപ്പിക്കുക, അന്യോന്യം ധൈര്യപ്പെടുത്തുക, അന്യോന്യം ബലപ്പെടുത്തുക. ഇതിലപ്പുറം ഒന്നും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പോയൊരു ദിവസം അതുപോലെ പൂവിലെ വാസവും നീങ്ങിപ്പോകും. ഇതുപോലൊരു ദിവസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ് സൂസന്റെ ലൈഫ് പോലെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട്, അവസാന സമയത്തൊക്കെയും വളരെ വേദനയായിരുന്നു. എനിക്ക് വേദനിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ എല്ലാ ദിവസവും രാവിലെ ഇവർ തമ്മിലൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. ഇവർ തമ്മിലുള്ള ആ ഫോൺ സംഭാഷണം കേൾക്കുന്ന തന്നെ ഒരു രസമായിരുന്നു. അതിനിയില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. ഒരു പാട്ടിന്റെ 4 ലൈൻ, നാം തമ്മിൽ കാണുന്നുള്ള ഒരു പാട്ട്, 4 ലൈൻ മാത്രം ഞാൻ പാടാൻ ആഗ്രഹിക്കുന്നു. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. സ്ഥിരമെന്നു തോന്നും മാനവ ബന്ധങ്ങൾ അന്ത്യം വന്നിടും ശ്മശാനത്തിങ്കൽ. അന്നും ഞാനേകനല്ല, എന്നാഥൻ ചേർത്തിടുമെന്നെ സവിധേ. അന്നും ഞാനേകനല്ല, എന്നാഥൻ ചേർത്തിടുമെന്നെ സവിധേ. നാം തമ്മിൽ കാണും നാളുകൾ വിദൂരമല്ല, സമയമാം രഥം ഓടുന്നു വേഗമാ. എല്ലാവരെയും ദൈവം ബലപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. അവസരം തന്ന അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം സഹായിക്കട്ടെ. Thank you for sharing those words in the song and the memories that were shared. Very appreciative, and we'll continue to do this every evening this week. At this time, I welcome His Grace Alexios Maria Sevios to speak to us, to say a few words to us, to guide us as he is continues to be our spiritual shepherd, and took this opportunity to spend a few moments with us
as we continue to mourn the loss of dear Susan Andy, and Many will encourage us and say it, share to us the word of God this time. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട ഏവരുമേ, വളരെയേറെ ദുഃഖത്തോടും സങ്കടത്തോടുമാണ് നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നമുക്ക് ഏവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ആളായിരുന്നു സൂസൻ. കുഞ്ഞുമോനും സൂസനും 3 മക്കളും ഞാൻ സാൻ ഫ്രാൻസിസ്കോ സന്ദർശിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം എൻ്റെ അടുക്കൽ വരികയും സംസാരിക്കുകയും ഇവിടെ സൂസനെ സ്മരിച്ച 2 പേരും ഒരുപോലെ പറഞ്ഞ പോലെ എപ്പോഴും പ്ലസന്റായി സന്തോഷത്തോടെ ചിരിയോടെ പുഞ്ചിരിയോടെ സംസാരിക്കുകയും ചെയ്യുന്ന ആളാണല്ലോ സൂസൻ. അതുകൊണ്ട് തന്നെ ആ മുഖം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ഞാന് പിന്നെ കുറച്ചുകൂടെ ആ കുടുംബവുമായിട്ടുള്ള എൻ്റെ ഒരു അടുപ്പം എന്ന് പറയുന്നത് എൻ്റെ സഹോദരന്റെ, എൻ്റെ ഇളയ സഹോദരന്റെ അജിമോന്റെ വൈഫിന്റെ അങ്കിളാണ് സൂസന്റെ മൂത്ത ബ്രദർ. പത്തനാപുരം കോളേജിൽ അധ്യാപകനായിരുന്ന കുര്യൻ ബാബു, പ്രൊഫസർ കുര്യൻ ബാബു. അപ്പൊ അദ്ദേഹം എൻ്റെ ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കുര്യൻ ബാബു അങ്കിളുമായിട്ട്, ഞങ്ങൾ ബാബു അങ്കിൾ എന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും, എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും കുര്യൻ ബാബു അങ്കിളുമായിട്ട് ഒരു പ്രത്യേകമായ അടുപ്പവും സന്തോഷവും ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ തമാശകൾ പറയും, വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കുര്യൻ ബാബു അങ്കിൾ. അദ്ദേഹം അതുകൊണ്ട് ഞാൻ അമേരിക്കയിൽ വന്നു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സിസ്റ്റർ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു സ്നേഹവും ബന്ധവും ആ കുടുംബവുമായിട്ട്, കുഞ്ഞുമോനും സൂസനും മക്കളുമായിട്ടുണ്ടായി. ഞാൻ അവസാനം കാണുന്നത് അവരുടെ മൂത്ത മകൾ അനീനയുടെ വിവാഹവുമായി മുമ്പായിട്ട് നാട്ടില് അവർ വന്നപ്പോ എല്ലാവരും കൂടെ ഇവിടെ മാവേലിക്കര അരമനയിൽ വരികയും കുറെ അധികം നേരം ഇരുന്ന് സംസാരിക്കുകയും സന്തോഷം പങ്കുവെക്കുകയൊക്കെ ചെയ്തതാണ്. അതിനുശേഷം കുറച്ചു നാൾ കഴിഞ്ഞാണ് കുഞ്ഞുമോൻ എന്നെ വിളിച്ചു പറഞ്ഞത്, ഇങ്ങനെ സൂസന് ഇങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, എൻ്റെ ട്രീറ്റ്മെന്റിലാണ്, തിരുമേനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത്. അന്ന് മുതൽ പ്രാർത്ഥനയിൽ ഒരു വിഷയമായി സൂക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് ഈ മരണവാർത്ത കേട്ടപ്പോൾ ഇത് വളരെ ഷോക്കിംഗ് ആയി. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇതേപോലെ ഒരു പ്രയർ മീറ്റിങ്ങിൽ എനിക്കും സംബന്ധിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ സംബന്ധിക്കാം. അപ്പോൾ എൻ്റെ ധാരണ ഫ്യൂണറൽ മിക്കവാറും സാൻ ഫ്രാൻസിസ്കോയിലായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ്. പക്ഷെ നാട്ടിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് എൻ്റെ ഫ്യൂണറൽ ശുശ്രൂഷയിലും സംബന്ധിക്കണമെന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എങ്കിലും കുഞ്ഞുമോനോടും മക്കളും 3 പേരോടും പ്രിയപ്പെട്ട എല്ലാവരോടും കുടുംബാംഗങ്ങൾ എല്ലാവരോടുമുള്ള എൻ്റെ അനുശോചനം, പ്രത്യേകിച്ച് ഇടവക മുഴുവൻ ദുഃഖിക്കുന്ന ഒരു സന്ദർഭമാണ് സാൻ ഫ്രാൻസിസ്കോ ഇടവകയോടും. ഇപ്പോഴത്തെ നിങ്ങളുടെ വികാരിയും മുമ്പലത്തെ വികാരിയും എല്ലാം എൻ്റെ ശിഷ്യന്മാരാണ്. ഞാൻ പട്ടം കൊടുത്ത ആളാണ് രജി അച്ഛൻ, ഞാനാണ് അദ്ദേഹത്തിന് പട്ടം കൊടുത്തത്. അങ്ങനെ അവര് ശുശ്രൂഷ ചെയ്യുന്ന ദേവാലയം എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളെല്ലാവരോടുമുള്ള എൻ്റെ അടുപ്പവും പ്രത്യേകമായിട്ട് ഞാൻ അറിയിക്കട്ടെ. മരണം എപ്പോഴും നമുക്ക് ദുഃഖമാണല്ലോ, അതേത് മരണമാണെങ്കിലും. സൂസനെ പോലെയുള്ള വളരെ അപ്രതീക്ഷിതമായ സമയത്തുണ്ടാകുന്ന മരണമാണെങ്കിലും വാർദ്ധക്യത്തിലെത്തി നമ്മുടെ പ്രിയപ്പെട്ടവർ മരിച്ചാലും എല്ലാം നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖമാണ്. പക്ഷേ മരണത്തെപ്പറ്റി പിതാക്കന്മാർ പറയുന്നത് അതൊരു നല്ല ഒരു പ്രമോഷനാണെന്നാണ്. വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മരിച്ച വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രമോഷനാണ്, ഒരു നല്ല അനുഭവത്തിലേക്കുള്ള മാറ്റമാണ്. നമുക്ക് ദുഃഖമാണ്, ഇവിടെ ഉള്ളവർക്ക് ദുഃഖമാണ്. എന്നാൽ മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു നല്ല അനുഭവത്തിലേക്കുള്ള മാറ്റമാണെന്ന് പ്രാർത്ഥനയിൽ ശുശ്രൂഷ നടത്തുമ്പോൾ 4-ാം ക്രമത്തിൽ ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ 4-ാം ക്രമത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്ക് മാറ്റപ്പെടുന്ന, അങ്ങനെയാ പറയും. ഈ ലോക ജീവിതം ക്ലേശപൂർണമാണ്. ക്ലേശപൂർണമായ ഈ ജീവിതത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റപ്പെടലാണ് എന്നുള്ളത്
നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നതാണ്. അപ്പൊ ആ ഒരു നിലയിൽ ഈ മരിച്ച ആളെ സംബന്ധിച്ചിടത്തോളം മാലാഖമാർക്ക് സമാനമായ ജീവിതത്തിലേക്കുള്ള മാറ്റപ്പെടലാണ്. നമ്മൾ മരണത്തിന് പല വാക്കുകൾ ഉപയോഗിക്കുമല്ലോ. മരണം എന്നുള്ളത് പറയും, ചരമം പറയും, നിര്യാതനായി പറയും. മലയാളത്തിലെ പദങ്ങളായി ഇതൊക്കെ. ഞങ്ങൾ ബിഷപ്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ മരിച്ചു എന്നാണോ പറയുന്നത്? അല്ല, എന്താ പറയുന്നത്? കാലം ചെയ്തു എന്നാ പറയും. രാജാവാണെങ്കിൽ മഹാരാജാവ് നാട് നീങ്ങി എന്ന് പറയും. കലാകാരനാണെങ്കിൽ അരങ്ങൊഴിഞ്ഞു എന്ന് പറയും. അപ്പൊ ഓരോരുത്തരുടെയും സാമൂഹ്യ പശ്ചാത്തലം അനുസരിച്ച് മലയാളത്തിൽ തന്നെ പല പദങ്ങളുണ്ട്. ഇംഗ്ലീഷിലുണ്ട് പാസ്ഡ് അവേ, ഡൈഡ്, അങ്ങനെ ഡിപ്പാർട്ടഡ്, അങ്ങനെ പല പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മലയാളത്തിൽ. നമ്മൾ വേദപുസ്തകത്തിൽ 2-3 പദങ്ങളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന പദങ്ങളാണ്. വേദപുസ്തകത്തിൽ ബൈബിളിൽ ഉപയോഗിക്കുന്ന പദങ്ങൾ. നമ്മൾ ഈ ലാംഗ്വേജിൽ വിവിധ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ നോക്കിയാലും, നമ്മൾ അതിൻ്റെയൊക്കെ റൂട്ട് മീനിങ് എടുത്ത് നോക്കിയാലും നമ്മൾ ധൈര്യം നൽകുന്നതാണ്. ബൈബിളിൽ ഉപയോഗിക്കുന്ന പദം, പഴയ നിയമത്തിൽ നിങ്ങൾക്കറിയാമോ? പഴയ നിയമത്തിൽ ഒരാൾ മരിച്ചു എന്നല്ല സാധാരണ പറയുന്നത്. എന്താ പറയുന്നതെന്ന് അറിയാമോ? പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന പദം പിതാക്കന്മാരോട് ചേർന്നു എന്നാണ്. ജോയിൻ വിത്ത് ദ ഫാദേഴ്സ് ആണ്. ജോയിൻ വിത്ത് ദ ഫാദേഴ്സ്. സത്യത്തിൽ പിതാക്കന്മാരോട് ചേരുകയാണ്. പിതാക്കന്മാരോട് ചേരുന്നു. അവനെ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു എന്നാ പറയുന്നത്. വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവനെ, രാജാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ അവന്റെ അപ്പന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. അപ്പൊ അങ്ങനെ പിതാക്കന്മാരോട് ചേർന്നു എന്നുള്ള പദം. അത് സത്യത്തിൽ ഈ കല്ലറയിൽ അടക്കം ചെയ്യുന്നതിനെ അല്ല പിതാക്കന്മാരോട് ചേർന്നു എന്ന് പറയുന്നത്. അത് ആത്മാക്കളുടെ ലോകത്ത് ഉള്ള കൂട്ടായ്മയ്ക്കാണ് പറയുന്നത്. ഈ പിതാക്കന്മാരോട് ചേർന്നു എന്ന് പറയുന്നു. നമുക്കറിയാമല്ലോ, പൗലോസ് ശ്ലീഹ എബ്രായ ലേഖന കർത്താവ് പറയുന്നത് സാക്ഷികളുടെ വലിയ സമൂഹത്തിൽ നിന്ന്, സാക്ഷികളുടെ വലിയ സമൂഹത്തിലേക്കുള്ള മാറ്റമാണ്. വലിയ സമൂഹത്തിലേക്കുള്ള മാറ്റമായിട്ടാണ് പറയുന്നത്. നമ്മൾ ഇവിടെയുള്ള മനുഷ്യരെ പറ്റി പറയുന്നത് ചെറിയ സമൂഹമാണ്. നമ്മളെന്ന് പറയുന്ന ഒരു സ്മോൾ കമ്മ്യൂണിറ്റിയാണിത്. അതാണ് ക്രിസ്തു പറയുന്നത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. നമ്മളോട് പറയുന്നത് എങ്ങനെയാണ്? ചെറിയ ആട്ടിൻകൂട്ടമേ, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് പറയുന്നത് ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറയുന്നത് ചെറിയ സമൂഹമാണ്. എന്നാൽ സാക്ഷികളുടെ സമൂഹം എന്ന് പറയുന്നത്, ആത്മലോകത്തായിരിക്കുന്ന മനുഷ്യർ എന്ന് പറയുന്നത്, അവര് വലിയ കമ്മ്യൂണിറ്റിയാണ്, വലിയ ഗ്രൂപ്പാണത്. അങ്ങനെ ചെറിയ കൂട്ടത്തിൽ നിന്ന് വലിയ കൂട്ടത്തിലേക്കുള്ള മാറ്റമാണ്. അതാണ് മരണം മൂലം സംഭവിക്കുന്നതെന്ന് പഴയ നിയമം പറയുന്നു. ചെറിയ കൂട്ടത്തിൽ നിന്ന് വലിയ കൂട്ടത്തിലേക്കുള്ള മാറ്റം. ഈ ശവസംസ്കാര ശുശ്രൂഷ അവസാനം മണ്ണിട്ടുകൊണ്ട് പറയുമല്ലോ, മനുഷ്യ നീ മണ്ണാകുന്നു എന്നൊക്കെ. പക്ഷെ മനുഷ്യ നീ മണ്ണാകുന്നു എന്ന് പറയും, മനുഷ്യൻ മണ്ണാണോ? മനുഷ്യ മണ്ണല്ല. നമ്മൾ പറയത്തില്ലേ, എൻ്റെ കൈ, എൻ്റെ തല, എൻ്റെ ശരീരം, എൻ്റെ കൈയാണിത്, എൻ്റെ തലയാണിത്, എൻ്റെ ശരീരമാണിത്. ഞാനാണോ? ഞാനല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ പിന്നെന്താ? ഇതെന്റെ ശരീരമാണിത്. സൂസന്റെ ശരീരമാണ് ഇപ്പോ കണ്ണടച്ച് ഇരിക്കുന്നത്. സൂസൻ എന്ന് പറയുന്നത് എൻ്റെ ശരീരമാണിത്. നമ്മളെങ്ങനെയാ പറയുന്നത്? എൻ്റെ ശരീരം എന്നാ പറയുന്നത്. എൻ്റെ കൈ, എൻ്റെ തല, എൻ്റെ ശരീരം എന്നാ പറയുന്നത്. ഞാനാണോ? ഞാനല്ല. ഞാനെന്ന് പറയുന്നത് ആത്മലോകത്തേക്ക് മാറ്റപ്പെടുകയാണ്. അതുകൊണ്ടാണ് പാസ്ഡ് അവേ, ഡിപ്പാർട്ടഡ് എന്നൊക്കെയുള്ള പദം ഭാഷയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ പറയുന്നത് ഇത് പിതാക്കന്മാരോട് ചേർന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സാധാരണ ഭാഷയിലാണെങ്കിലും വേദപുസ്തക ഭാഷയിലാണെങ്കിലും മരണം എന്ന് പറയുന്നത് അത് ഒരു എൻഡല്ല, പൂർണ്ണമായ എൻഡല്ല എന്നുള്ളത് നമ്മളെ ഓർപ്പിക്കണം. പിതാക്കന്മാരോട് ചേർന്നു വന്നു. പുതിയ നിയമത്തിൽ എന്താ പറയുന്ന പദം എന്നറിയാമോ? ഇപ്പൊ ലാസർ മരിച്ചു. യേശുക്രിസ്തു പറഞ്ഞ എന്താ? ലാസർ ഉറങ്ങുന്നു എന്നാ പറഞ്ഞു. ബേത്ലഹേമിൽ ന്യായപ്രമാണിയായ ഒരു മനുഷ്യന്റെ മകള് 12 വയസ്സുള്ള കുട്ടി മരിച്ചു. കർത്താവ് പറഞ്ഞ എന്താണെന്നറിയാമോ? ബാല ഉറങ്ങുന്നു. അത് ജസ്റ്റ് ഉറക്കമാണെന്നാ പറയും. മരണം എന്ന് പറയുന്നത് ജസ്റ്റ് ഉറക്കമാണ്. ഉറക്കമാണെങ്കിൽ എന്തുണ്ട്? ഉണരാൻ പറ്റും.
ഉറക്കമാണെങ്കിൽ ഉണരും പറ്റും. എപ്പോഴാ ഉണരുന്നത്? ലാസർ മരിച്ചു. ലാസറിന്റെ 2 പെങ്ങന്മാരുണ്ടായിരുന്നല്ലോ, മാർത്തയും മറിയയും. ലാസറിനെ ഒരുപാട് വിളിച്ച് കരഞ്ഞു കാണും. ലാസർ ഉണർന്നില്ല. പക്ഷെ ക്രിസ്തു വന്നു എന്ന് വിളിച്ചപ്പോ ഉണർന്നു. അപ്പൊ ലാസർ, ഈ ഉറക്കത്തിന്റെ പ്രത്യേകത അതാണ്. ക്രിസ്തു വിളിച്ചെങ്കിലേ ഉണരുള്ളൂ എന്നുള്ളതാണ്. യേശു ക്രിസ്തു വിളിച്ചേ ഉണരുള്ളൂ, നമ്മൾ വിളിച്ചാൽ ഉണരുകയില്ല. അതേ ഉള്ളൂ ഈ ഉറക്കത്തിന്റെ പ്രത്യേകത. ബട്ട് ദിസ് ഈസ് ഉറക്കമാണത്. അത് പിന്നെ മരണം, എണീൽക്കാൻ സാധിക്കാത്ത മരണമല്ലത്. അതുകൊണ്ട് പുതിയ നിയമം പറയുന്നത് ഇത് ഉറക്കം എന്ന പദമാണ് പറയുന്നത്. നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കും. ക്രിസ്തീയ ജീവിതത്തിന്റെ അർത്ഥം തന്നെ എന്താ? ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ പ്രതീക്ഷിച്ച് ഇരിക്കുന്ന സമൂഹമാണ് നമ്മൾ, അല്ലേ? ക്രിസ്തുവിനെ വി ആർ എക്സ്പെക്ടിങ് ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. അങ്ങനെ ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമൂഹം ആയതുകൊണ്ട് ആ സമൂഹം, ക്രിസ്തുവിന്റെ 2ാമത്തെ വരവിന്റെ പ്രത്യേകത എന്താ? ന്യായവിധിക്ക് വേണ്ടിയാണ്. അപ്പോൾ ഭൂമിയിൽ ദ്രവിച്ചു ചേർന്ന് പോയ സർവ്വശരീരങ്ങളും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ് വരും. എല്ലാവരും ഉയർത്തെഴുന്നേറ്റ് വരും. അത് റിസറക്ഷൻ ഈസ് ദ പ്രോമിസ് ജീസസ് ക്രൈസ്റ്റ് ഗിവൺ. അത് റിസറക്ഷൻ എന്നുള്ള, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ റിസറക്ഷൻ എല്ലാവർക്കും ഉള്ളതാണ്. ക്രിസ്തു എല്ലാ മനുഷ്യരും ഉയർത്തെഴുന്നേറ്റ് വരും. ഈ ശരീരത്തോടല്ലെന്നുള്ളതേ ഉള്ളൂ. ഈ ശരീരമല്ല, ഈ ശരീരം മണ്ണായിട്ടുള്ളതാണ്, മണ്ണിനോട് ചേരുന്നതാണ്. തേജസ്കരിക്കപ്പെട്ട ശരീരത്തോട് ഉയർത്തെഴുന്നേറ്റ് വരും. അത് പ്രത്യേകമായ ശരീരമാണ്, മാലാഖമാർക്ക് സമാനമായ ശരീരമാണ്. ആ ലോകത്തിന്റെ ആവശ്യങ്ങളൊന്നും വേണ്ടാത്ത ശരീരമാണ്. ഈ ലോകത്തിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ, ഇത് ലോകത്തിന്റെ എല്ലാ കാര്യങ്ങളും ഈ ശരീരം അതിന്റെ ബലഹീനതയിലാണ് ഈ ശരീരത്തിന്റെ പ്രത്യേകത. പക്ഷെ തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ ഉണർന്നു വരാനുള്ള ഉറക്കം എന്നുള്ളതാണ് പുതിയ നിയമം പറയുന്നത്. പുതിയ നിയമത്തിലെ ഭാഷ അതാണ്. അപ്പം പഴയ നിയമത്തിൽ പിതാക്കന്മാരോട് ചേർന്നു എന്ന് പറയുന്നു, പുതിയ നിയമത്തിലെ ഉറക്കം എന്ന് ക്രിസ്തു തന്നെ പറയുന്നു. പിന്നെ നമ്മുടെ ആരാധന, ലിറ്റർജിക്കൽ ട്രഡീഷനിൽ എന്താ ഉള്ളത്? ലിറ്റർജിക്കൽ ട്രഡീഷനിൽ നമ്മൾ വേറൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. അതറിയാമോ? നമുക്ക് ഈ വലിയ നോമ്പിന് തൊട്ടു മുമ്പ് 2 ഞായറാഴ്ച ഉണ്ടല്ലോ, പുരോഹിതന്മാരുടെയും. പിന്നെ പറയുന്ന 2ാമത്തെ ഞായറാഴ്ചയുടെ പേരെന്താ? വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച എന്ന്. പാസിംഗ് എവേ ആണ്. വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച എന്നാ പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്കുള്ള മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ മരണം എന്നുള്ള പദമല്ല ഉപയോഗിക്കുന്നത്. മരിച്ചവരുടെ ഞായറാഴ്ച എന്നല്ല പറയുന്നത്. വാങ്ങിപ്പോയവരുടെ ഡേ ഓഫ് ദ ഡിപ്പാർട്ടഡ് സോൾ, വാങ്ങിപ്പോയവരുടെ ഞായറാഴ്ച എന്ന് നമ്മൾ പറയും. അപ്പോ ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മുടെ ആരാധനാ പാരമ്പര്യത്തിലും എല്ലാം മരണം എന്നുള്ളത് അതൊരു എൻഡല്ല എന്നുള്ളത്, അത് കുറച്ചുകൂടെ ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്കുള്ള മാറ്റമാണ് എന്നുള്ളത്. നമുക്ക് മുമ്പേ സൂസൻ ഈ ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്ക് മാറ്റപ്പെട്ടു. നമ്മളെ സൂസനേക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇപ്പൊ സീനിയോറിറ്റി ലംഘിച്ച് സൂസൻ മേളിപ്പോയി എന്നുള്ളതാണ്. നമ്മുടെ സീനിയോറിറ്റി ഒക്കെ ഇവിടെ നോക്കുമല്ലോ, പ്രായമൊക്കെ നമ്മൾ നോക്കുമല്ലേ. ഇവിടെ ആ സീനിയോറിറ്റി അനുസരിച്ചാണ് നമ്മുടെ ഇവിടെ പ്രോട്ടോകോൾ ഉണ്ട്. സീനിയോറിറ്റി പ്രോട്ടോകോൾ വി കീപ് എവരിവെയർ. സീനിയോറിറ്റി പ്രോട്ടോകോൾ, ഈവൻ എമംഗ് ബിഷപ്സ് ദർ ഈസ് സീനിയോറിറ്റി പ്രോട്ടോകോൾ ഉണ്ട്. അല്ലാതെ തെറ്റിക്കുന്നുണ്ടോ എന്നൊക്കെ എല്ലാം പരിശോധിച്ചാൽ നമ്മൾ ചെയ്യുന്നു. പക്ഷെ സീനിയോറിറ്റി പ്രോട്ടോകോൾ തെറ്റുന്ന എവിടെയാണെന്ന് അറിയാമോ? മരണത്തിലാണ്. ദേ ബിക്കം ദ സീനിയേഴ്സ്. അവർ സീനിയേഴ്സായി നമുക്ക് മുമ്പേ അവിടെ പോകുന്നു. അതുകൊണ്ട് ഒരു നല്ല മാറ്റമായിട്ട് ആ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അതുകൊണ്ട് പിതാക്കന്മാരെപ്പോഴും ഈ മരണത്തെ ഒരു നല്ല അനുഭവമായിട്ടാണ് കാണുന്നത്. ഏത് സമയത്തേക്കും പ്രതീക്ഷിക്കേണ്ടതാണ് എന്ന് പഠിപ്പിക്കുന്നു. ഏത് സമയവും പോകാൻ നാം തയ്യാറായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു. ഇതെല്ലാം പിതാക്കന്മാർ പഠിപ്പിക്കുന്ന സംഗതിയാണ്. അതുകൊണ്ട് സൂസനെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രേഷ്ഠവും അനശ്വരവുമായ ജീവിതത്തിലേക്കുള്ള ഒരു മാറ്റമാണ് എന്നുള്ളത് അത് വേദപുസ്തകം പഠിപ്പിക്കുന്ന സംഗതിയാണ്. നമുക്ക് ധൈര്യം നൽകേണ്ട ഏറ്റവും പ്രത്യാശാപൂർണമായ ഒരു സന്ദേശവുമാണ്. അത് പ്രത്യേകമായിട്ട് ഓർക്കുവാൻ തക്കവണ്ണം സാധിക്കണം. തുടർന്ന് അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് നാട്ടിലേക്ക് ഉള്ള വരവും തുടർന്നുള്ള ശവസംസ്കാര ശുശ്രൂഷയും ഒക്കെ
ഭംഗിയായി നടക്കുവാൻ തക്കവണ്ണം, അനുഗ്രഹീതമായി നടക്കുവാൻ തക്കവണ്ണം എൻ്റെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും ഞാൻ പ്രത്യേകമായിട്ട് നേരുന്നു. കുഞ്ഞുമോനെയും കുഞ്ഞുങ്ങളെയും എല്ലാവരെയും എൻ്റെ അനുശോചനം, പ്രത്യേകിച്ച് ഇടവകയും എൻ്റെ അനുശോചനം ഞാൻ അറിയിക്കുന്നു. എനിക്ക് 9 മണിക്ക് മറ്റൊരു ഉണ്ടായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. Thank you, Tirumeni. Thank you, Tirumeni, for enlightening us, sharing those words with us. And we're blessed that he was able to speak with us today and to share the word of God with us, to teach us, and to really open our eyes into what the church fathers and what Scripture continues to remind us about what death is. That is passing from this place to the next place, is a movement from a type of life that we live here to a new type of life. At this time, we'll conclude with a short evening prayer as we've done in the past, followed by a small intercessory prayer. നടത്തുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധനുമായ ദൈവത്തിന്റെ നാമത്തിൽ തനിക്ക് സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉരങ്ങളിൽ ഊശാന. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷ നമസ്കാരം കേൾക്കൊണ്ട് ഞങ്ങൾ നേരിട്ട് ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. ചെയ്ത മനുഷ്യരാജാവേ നിനക്ക് സ്തുതി. മാറിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇതുപോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടുക്കാരോട് ഞങ്ങൾ ക്ഷമിക്കണമേ. പരീക്ഷയെ പരീക്ഷിക്കരുത്. രാജ്യ ശക്തി പറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം. അവളായി ഞങ്ങൾക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ഇതാക്കണമേ. കർത്താവേ, നിന്റെ ശരണത്താൽ മരിച്ചതിന്റെ വരവിനായി നോക്കി പാർത്ത ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ ആശ്വസിപ്പിച്ച് വിശദീകരിക്കണമേ. അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെയും മഴയിൽ അവരെ നീ പാർപ്പിക്കണമേ. വന്നവനും വരുന്നവരും മരിച്ചുപോയവരെ ഉയർപ്പിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. എന്റെ ശരീരങ്ങളും ആത്മാക്കളും ഒരുമിച്ച് ആകട്ടെ. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിനെ കുറിച്ചുള്ള ഓർമ്മ ഞങ്ങൾക്ക് വാഴനായി തീരണമേ. അവളുടെ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മാക്കൾക്ക് കോട്ടയായിരിക്കുകയും ചെയ്യണമേ. നിബിയന്മാരും സ്ത്രീഹന്മാരും സഹോദരന്മാരും പരിശുദ്ധന്മാരുമായുള്ളവയെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീബായാൽ വഴിതെറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ച ദൈവപുത്ര, സ്ലീബായാൽ സഭയിൽ സമാധാനവും അതിനെ മക്കൾക്ക് കാവലും നൽകണമേ. നിന്റെ ഓർമ്മ സ്വർഗത്തിലും ഭൂമിയിലും ആഘോഷിക്കപ്പെടുന്നു. നിന്റെ ഓർമ്മയെ ബഹുമാനിക്കുന്നവർ നിന്റെ പ്രാർത്ഥന സഹായം പ്രാപിക്കണമേ.
നീതിയോടെ വിധിക്കുന്ന ന്യായാധിപനായ കർത്താവേ, ന്യായവിസ്താരത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഞങ്ങളുടെ കടങ്ങൾ ഓർക്കുകരുതേ. ചുങ്കാരന്റെയും ഭാവനയുടെയും വലത് ഭാഗത്ത് കളന്റെയും പാവങ്ങൾ ക്ഷമിച്ച പ്രകാരം ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവെ, വിശ്വാസികളായ മരിച്ചുപോയവർക്ക് സ്വർഗീയ നല്ല ഓർമ്മ നൽകണമേ. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹാ, നിനക്ക് കരുണപാലനം നമുക്ക് നേരം നീ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നുവെന്ന് ഞങ്ങളുടെ പറയുന്നു, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവെ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാനായിട്ട് നിന്റെ സ്നേഹം നിന്റെ പക്കൽ നിന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. മഹോന്നതന്റെ മറയൊരുക്കുന്നതായ കർത്താവേ, നിന്നെ കരുണ ഞങ്ങൾ മറിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സകലം കേൾക്കുന്നതിനെയും നിന്റെ കരുണയാൽ നിന്റെ അടിയന്മാരുടെ അപേക്ഷ കേൾക്കണമേ. ഭാവത്തുമുള്ള രാജാവും ഞങ്ങളുടെ രക്ഷകരമായ യേശു മശിഹാ, സമാധാന സന്ധ്യവും പുണ്യമുള്ള രാവും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും വിശദീകരിച്ച് ഈ ലോകത്തിലും പരലോകത്തിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിന്നെ കരുണ ഞങ്ങൾ മറച്ചിനെ കുറിച്ച് ഞങ്ങൾ മുമ്പ് നിൽക്കണമേ. നിന്റെ സ്ലീവാ ദുഷ്ട നിന്നും അവന്റെ സാന്നിധ്യങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളൊക്കെയും നിന്റെ വലതു ഭാഗത്ത് ഞങ്ങളുടെ മേൽ ആവശ്യിപ്പിക്കണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാമന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ, ഞങ്ങളുടെ കടങ്ങൾ പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമേൻ. കർത്താവിന്റെ ബഹുമാനമുള്ള സാന്തി നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിമാത്തുള്ളത്തുമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധിമാത്തുള്ളത്തുമേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീക്കും വിശുദ്ധിയും മഹത്വമുള്ളതാകുന്നു. നീ എന്നേക്കും വിശുദ്ധിമഹത്തുള്ളനാകുന്നു. നീ എന്നേക്കും വിശുദ്ധിമഹത്തുള്ളനാകുന്നു. നിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ക്ഷമിക്കണമേ. മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളും വാഴ്ത്തപ്പെട്ടവളാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദേവാദാവിന്റെ മേതംബ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും താനോട് അപേക്ഷയുള്ളണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിലെ സൃഷ്ടാവായ സത്യമുള്ള ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകർക്കും പിതാവിൽ ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിന്റെ പിതാവിനോട് സമത്വമുള്ളവനും സകല സൃഷ്ടിക്കും ആദരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ തുടങ്ങി വിശുദ്ധ റൂഹാമൂലം ദൈവമാതാവിസ്കന്യറിയാൻ ശരീരയായി തീർന്ന് മനുഷ്യനായ പൊന്തിയോസ് പിലാത്തോസിന്റെ ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കഷ്ടൂര് വെച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മഹത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ ആയുസിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് ഉൾപ്പെട്ട പിതാവിനോടും പുത്രനോടും കൂടി വന്ദിക്കപ്പെട്ട സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും സ്നേഹന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായ ജീവന വിശുദ്ധലേഖറുഹാലും കാതോലിക സ്ലാവികമായ ഏകവിശുദ്ധവരിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളത് ഞങ്ങൾ ഏറ്റുപറഞ്ഞ മരിച്ചവരുടെ ഉയർപ്പിന് വരുവായെങ്കിൽ ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. മക്കളിൽ അപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം ഹല്ലേലൂയ. പൂക്കുന്നത് വയലിൽ ചെടി പോലെ പാറിക്കുമോ. ശുഭോല പോലെ ബ്രോവൽ റൂഹോ കാദീശോ. ശരണാദാലെ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയെ നിൻ ജീവസ്വരമതുണർത്തണമേ. കവറിനുദ്യാനത്തിൽ സൗമൻ കാലോസ് ഗുറിയേലായിസോൻ
നാദാതാവകമിരുലോകം നിന്നധികാരം ദാനെങ്ങും ശ്രീവായ ജീവിതരേഖ അൻപാൽ മോക്തി മൃദർക്കേക ബാറക്മോർ സ്തോത്രം മൃത ജീവബ്രതനെ ഗബരീനേ തീടുന്നോനെ നിൻ പ്രേക്ഷകദാതനുമാമനൻ റൂഹായ്ക്കും ഹാലേലൂയ ഒറിയോറാഹിമലൈനു ആധാരേം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ നിർവീട്ടിന്റെ സൃഷ്ടിയെ നീ പുതുതാക്കി അനുഗ്രഹമാക്കണമേ. കർത്താവേ, ആശ്രയത്തിൽ മരിച്ച് നിന്റെ വരുവാനായി നോക്കി പാർക്കിരിക്കുന്ന ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ പുണ്യമാകണമേ. അബ്രഹാമിന്റെ ഇസാഖയെ യാക്കോബിന്റെ മടിയിൽ പാർപ്പിക്കണമേ. വന്നാലും വരുന്നവരും മരിച്ചവരാലും ശരീരങ്ങളും ആത്മാക്കളും ശരിയായ നിലവിലാകണമേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സമ്മതമാവാസവും ഇപ്പോഴും നമ്മളെല്ലാവരുടെ മേലും വാങ്ങിപ്പോയ ദാസിയുടെ മേലും ഇന്ന് നെയ്ക്കൊണ്ടായിക്കട്ടെ. Again, thank you all for joining this evening. We'll continue at the same time this week, 8 p.m. The same Zoom link as well. Thank you for those who shared their memories today, shared their thoughts, and especially thankful to His Grace, Alexios Maria, for joining us this evening and to lead us in this and say these words with us. And again, continue praying for all of us who are this family, all the families who are mourning this time, and keeping in mind the words of encouragement, the words of consolation that they're spoken to us from the Holy Scriptures, from the Holy Fathers, from the words of encouragement that we receive from one another. So at this time, thank you all. Have a good evening and a good night. Thank you, Tim. Thank you all.